ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. അപ്പൊ ഞങ്ങള് ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു വീഡിയോ ഇടുന്നതിൽ. അപ്പൊ ഇനി ഒരു ഗ്യാപ്പ് എടുക്കുന്നില്ല എന്നിങ്ങനെ വിചാരിക്കുന്നു. നടക്കുമെന്നറിയില്ല. അപ്പൊ ഗായ്സ് സേ ഹലോ. ഇവിടെ അമ്മയുടെ മുഖം കാണുന്നില്ലല്ലോ. ഓക്കെ, അമ്മ ഹലോ ഹലോ എന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ കയ്യിൽ മൈക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എല്ലാവർക്കും ട്രിവാൻഡ്രത്തുള്ള, അത് മാത്രമല്ല ട്രിവാൻഡ്രത്തിന് പുറത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കനകക്കുന്ന് എന്ന് പറയുന്ന കനകക്കുന്ന് പാലസും അതിന്റെ ഒരു പരിസരത്തുമാണ്. അപ്പൊ ഗൈസ്, അവിടെ പോകുമ്പോ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ വളം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാന്നാണ് അമ്മ പറഞ്ഞത്. അപ്പൊ നമുക്കില്ലേ പുറത്തു പോകുമ്പില്ലേ കുപ്പിയിൽ നിന്ന് വന്നില്ലേ ഭൂതോനെയും കാണാൻ പറ്റും. അതെ, അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് കണ്ടത് ബാങ്കിൾ മേക്കിംഗ്, പിന്നെ പപ്പറ്റ് ഷോ, പിന്നെ എന്താ നമ്മുടെ ഡാൻസ്, പിന്നെ ഒരു ജീനി അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നല്ലതാണോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോ കനകക്കുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. കനകക്കുന്നിനകത്ത് ഓൾമോസ്റ്റ് നിയർലി തൗസൻഡ്സ് ഓഫ് ആൾക്കാരെ ഒക്കുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ പാർക്കിംഗ് ഒരു രക്ഷയില്ല. എവിടെയാ അവര് പറയുന്നത്, നമ്മുടെ ഈ കനകക്കുന്നില് വരണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു 300-400 മീറ്റർ മാറി വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നടന്നു വരണം. അപ്പോൾ ഐ റെക്കമെൻഡ്, ഇഫ് യു ഗൈസ് ആർ പ്ലാനിങ് ടു കം ടു this place, either you take an Uber or take public transport. അപ്പോൾ നമ്മളിപ്പോ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിനകത്ത് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്ലാനാണ്. ഓക്കെ, അത് എത്ര ദൂരം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഫസ്റ്റ് ടൈം we are going there. അമ്മയ്ക്ക് ഓർമ്മയില്ല മോനെ, അപ്പൂപ്പന്റെ കൂടെ കളി കാണാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൂപ്പൻ കളിക്കുന്ന കളി കാണാനായിട്ട് പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അതിനകത്ത്. കേറണോ? വേണ്ടെങ്കിൽ വേണ്ട. സത്യം പറഞ്ഞാൽ മടിയായി ഗൈസ്. ഇങ്ങോട്ടാണ് 300 മീറ്റർ. ചേട്ടാ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാവോ? ഇല്ല, ചെയ്യാല്ലേ? ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഗൈസ്, വലിയ തരക്കേടില്ലാത്തൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് പാർക്ക് ചെയ്യാൻ. പോയി നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ സമ്മർ കാർണിവൽ ഇതാണ്ടോ. ഓസ്ട്രിച്ച് അല്ലേ ഇത്? അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ ഒരു റോബോ ക്വിസ്, പവർ അപ്പ് യുവർ കിഡ്സ് ബ്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടോ, നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മോനെ, ഇവിടെ നമ്മൾ RC കാറ്, നമ്മൾ റേസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതുപോലെ നമ്മൾ ഈ ഒരു RC കാറ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കളിച്ചിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ നമ്മൾ തന്നെ സെൽഫ് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു RC കാറാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ കുറച്ച് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടോഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ടും പിന്നെ പവർഫുൾ ആയിട്ടുള്ള ഓരോ ടെറൈൻസിലൂടെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, മനസ്സിലായോ? ഇവിടെ നമ്മൾ ചെറിയൊരു ഡെമോ ആണ്, നമ്മളിവിടെ ചെറിയൊരു ട്രാക്ക്, റേസ് ട്രാക്ക് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റേസ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡിഫറെൻറ്റ് ടെറൈൻസ് ഉണ്ട്. അതുകൊണ്ടോ അവിടെ നമുക്ക് ഓഫ് റോഡ് കുറച്ച് കല്ല് കിടക്കുന്നുണ്ടോ, അതുപോലെ ഡിഫറെൻറ്റ് ടെറൈൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? സോ നമുക്ക് ജസ്റ്റ് ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടോ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചെറിയൊരു സർക്കിളായിട്ട് നമ്മൾ ട്രാക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടെറൈൻസ് ഉണ്ട് അല്ലേ? അവിടെ കയറിയിട്ട് നമ്മൾ അവിടെ വന്ന് അവിടെ വന്നിരിക്കും കണ്ടോ. അവിടെ നമ്മൾ എന്ത് ചെയ്യും, മുകളിലോട്ട് റാമ്പ് കയറിയിട്ട് ഇതൊരു ട്രാക്കാണ്. ഈ ട്രാക്കിൽ ഒരു സർക്കിൾ അടിച്ചിട്ട് തിരിച്ച് നമ്മൾ പുറകോട്ട് പോയി ആ ഒരു ആരോ ഫോളോ ചെയ്ത് ഈ ഒരു അണ്ടർ പാസേജിലൂടെ നമ്മൾ നേരെ ഫിനിഷിംഗ് പോയിന്റിലോട്ട് വരും. ഓക്കെ, ഇത് ജസ്റ്റ് മനസ്സിലായോ? 360 അടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സൈഡിനെ പ്രസ് ചെയ്യുക, 360. ഓക്കെ, ഇനി ഫോർവേഡ്, ഇത് ബാക്ക്വേഡ്. ഓക്കെ, അങ്ങനെ ഇത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ കുറച്ച് പവർ കൂടിയ വണ്ടിയാണ്. ഓക്കെ, സോ നമുക്ക് ജെന്റലി നമ്മൾ നോബ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ കൈ നിൽക്കത്തില്ല. ഓക്കെ ഓക്കെ, കുറച്ചുകൂടെ ഫോർവേഡ് ഇൻസ്ട്രക്ഷൻ ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇനി ജസ്റ്റ് റൈറ്റ്, കുറച്ച് റൈറ്റ്. ഓക്കെ, ഇനി കുറച്ച് ഫോർവേഡ് കൊടുത്തോ. ഇനി കുറച്ച് ലെഫ്റ്റ്. മാക്സിമം 2 ലൈൻസിൻ്റെയും ഉള്ളിൽ നിൽക്കണം വണ്ടി. ഓക്കെ, കുറച്ച് ഫ്രണ്ടിലോട്ട് പോക്കോ, പോട്ടെ. ഇനി കുറച്ച് റൈറ്റ് എടുത്തോ. ലിറ്റിൽ ബിറ്റ് ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് കൊടുത്തോ. ലെഫ്റ്റ് ഇതാണേ. ഓക്കെ, വെയിറ്റ് റൈറ്റ്. ഇനി കുറച്ച് റൈറ്റ് എടുക്കുക. ഓക്കെ, ഇനി ഫോർവേഡ് കൊടുത്തോ. ഓക്കെ, ആ കല്ലിൽ കൂടെ കയറ്റിക്കോ, കൊടുത്തോ. വെരി ഗുഡ്. സ്റ്റോപ്പ്. ഓക്കെ, കം. ഓക്കെ, വെരി ഗുഡ്. കം റൈറ്റ്. കം. ഓക്കെ, ഇങ്ങനെ വന്നേ. ഓക്കെ, സ്റ്റോപ്പ്. Then again right. Little bit forward. Okay, ഓയിലി കയറ്റി പിന്നെ. ഓക്കെ, കേൾക്കോ. വെരി ഗുഡ്. ടേൺ റൈറ്റ്, ലെഫ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. No. ഓക്കെ, ഡ്രൈവർ മാറിയിരിക്കുകയാണ്, പുതിയ ഡ്രൈവറാണ്. കൊള്ളാം. അവിടെ ആക്സിഡന്റ് ഉണ്ടാക്കി. നമ്മുടെ കാർ കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിനി ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ആയി കഴിഞ്ഞാൽ ഫോർവേഡ്, ബാക്ക്വേഡ്, റൈറ്റ്, ലെഫ്റ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് പോവുക. നമ്മൾ ജസ്റ്റ് റാബിറ്റ്സിനൊക്കെ കാണിച്ചു കൊടുക്കുന്ന പാത്ത് കാണിച്ചു കൊടുക്കുന്നത് കടിച്ചിട്ടുണ്ടോ ബുക്സിൽ? ആ ഒരു സംഭവം ഇത്. ഓക്കെ, ഇവിടെ നിന്ന് വീണ്ടും ഇനി കുറച്ച് ലെഫ്റ്റ് എടുക്കുക, ഇങ്ങനെ ടേൺ ചെയ്യുക. ഇങ്ങനെ നമ്മൾ കറക്റ്റ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാണ് കേട്ടോ. അവിടെ ഫിനിഷിംഗ് പോയിന്റ് നമുക്ക് അവിടെ എത്താം. ഓക്കെ, Hello. Hi ma'am. How are you? I'm good. How are you? I'm doing good. Thank you so much. Yes. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ യാബോട്ട് അക്കാഡമിയുടെ മാനേജർ ഏരിയയിൽ സ്പെഷ്യൽ പ്രൊജക്ട് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കുട്ടികളെ ഇതിനോട് കൂടെ തന്നെ റോബോട്ടിക്സ് ടീച്ച് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു 4 ലെവൽസിലായിട്ട് കുട്ടികളെ റോബോട്ടിക്സ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബിഗിനർ, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്, അങ്ങനെ. നമ്മുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് കുട്ടികളെ ഈ സർക്യൂട്ട്സ് പാർട്സ് പഠിപ്പിക്കുന്നതാണ് ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ തുടങ്ങിയിട്ട് അവരെ ഓർഡിനോ കോഡിങ്, തേർഡ് ലെവലിൽ അവരെ കോമ്പിനേഷൻ, അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു തരും. ഇവിടെ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മെയ്സ്, റോബോ വാർ, റോബോ സോക്കർ, അങ്ങനെ പലതരം റോബോട്ട്സിനെ നമ്മൾ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഈ കോഡിങ്ങിനോട് കൂടെ തന്നെ ഓരോ മെഷീൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വലിയ AI ബോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ സ്മോൾ പ്രൊജക്ട്സിൽ നിന്ന് അവർക്ക് ബിഗ് പ്രൊജക്ട്സിലേക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് എബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിപ്പം ക്ലാസ് ഒക്കെ എങ്ങനെ, ഏതൊക്കെ ദിവസങ്ങളിലാണ് ക്ലാസ് വരുന്നത്? നമുക്ക് വീക്കിലി 1 ക്ലാസ് ആണ് വരുന്നത്. നമുക്ക് ആക്ച്വലി ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 3 to 3.5 years വേണം. വീക്കിലി 1 ക്ലാസ് ആണ്. അത് അറൌണ്ട് 45 to 1 hour ആയിരിക്കും. പിന്നെ ഇത് കൂടാതെ നമ്മൾ എല്ലാ സൺഡേസിലും ഒരു 1 hour എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. മേക്കേഴ്സ് ലാബ് എന്ന് പറയും. അതാകുമ്പോൾ
ആ ഒരു ദിവസം നമ്മൾ ഈ കരിക്കുലത്തിൽ ഉൾപ്പെടാതെ ഏതെങ്കിലും ഒരു പ്രൊജക്ട്സ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ഇത് റോബോട്ടിക്സ് ആയതുകൊണ്ട് ഫിസിക്കൽ ക്ലാസ് തന്നെ വേണം അല്ലെ? ഓൺലൈൻ ക്ലാസ് നമുക്ക് പറ്റില്ല? ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് തിങ്കർകാഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിലായിരിക്കും ഓൺലൈൻ സിമുലേഷൻസ് ആയിരിക്കും ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ ഓൺവേർഡ്സ് നമ്മളൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബേസിക് കമ്പോണൻസ് അടങ്ങിയ ഒരു കിറ്റ്. സിമുലേഷനും കാണും, പ്ലസ് അവർ ഫിസിക്കലായിട്ട് ചെയ്യുകയും ചെയ്യും. വൺസ് കോച്ച് കോൺഫിഡൻ്റ് ആണ് കുട്ടികൾ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലെവൽ, തേർഡ് ലെവൽ തൊട്ടിട്ട് അവർ തന്നെ ചെയ്യാൻ തുടങ്ങും. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ് ഇന്ത്യക്ക് പുറത്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ എല്ലായിടത്തും നമ്മൾ 20+ കൺട്രീസിൽ ഇപ്പൊ തന്നെ വർക്കിംഗ് ആണ്. ആണല്ലേ? ഓക്കെ, റിയലി ഗുഡ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഗൈസ്, നമ്മൾ അവിടെ ആ റോബോട്ടിക്കിന്റെ സ്ഥലത്ത് പോയപ്പം അവിടെ മറ്റൊരു ക്വിസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും അമ്മയും കൂടെ അതിന് ആൻസർ ചെയ്ത് ഫുൾ കറക്റ്റ് ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ 7th ക്വസ്റ്റ്യനില് ആ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാ വാട്ട് ഗിവ്സ് റോബോട്ട്സ് സൗണ്ട് ലൈക്ക് ഹ്യൂമൻസ്. അപ്പൊ ഞാൻ കറക്റ്റ് ആൻസർ കൊടുത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓ, ദാറ്റ്സ് നൈസ്. ദാറ്റ്സ് നൈസ് മോളെ. നമ്മളങ്ങനെ ഇവിടെ ഒരു രാജസ്ഥാനി ഡാൻസ് കാണാനായിട്ട് വന്നേക്കുക. ഉണ്ടോ? ഇവിടെയാണ് ആ ഡാൻസ് നടക്കുന്നത്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കനാക്കുന്ന് പാലസ് ട്രിവാൻഡ്രത്താണ്. ഇവിടെ സമ്മർ കാർണിവൽ നടക്കുകയാണ്. ഇത് 10 ദിവസത്തെ പരിപാടിയാണ്. മാർച്ച് 28 തൊട്ട് ഏപ്രിൽ 6 വരെ ഉള്ളതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ രാജസ്ഥാനി രീതിയിലാണ് മൊത്തം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുമിച്ച് വന്നുകൂടാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ ഗെയിമിങ്സ്, ഫുഡ് അങ്ങനെ എല്ലാം തരുന്നുണ്ട്. പിന്നെ ഇവിടെ സ്റ്റേജിലായിട്ട് കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം. ഓക്കെ, താങ്ക് യു. अगर कलाकार को कोई सम्मान करना चाहते हो तो कर सकते हो कलाकार को. ഇവിടെ നമ്മുടെ എൻട്രൻസിൽ തന്നെ ഒരു ക്യാമൽ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി ഇച്ചിരി ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ ക്യാമലിന്റെ പേരെന്താ? ക്യാമലിന്റെ പേരെന്താ? റാണി. വിളിച്ചാ കേക്കോ? ഇവിടെ ഒന്ന് വിളിച്ചേ. ഇത് കണ്ടില്ലേ, പപ്പറ്റ്സ് കണ്ടോ?
ये राजा महाराजों के टाइम में कोई मूवी नहीं था, कोई थिएटर नहीं था, ओनली कठपुतली शो था ये 300 साल पुराना चलता आया है। हमारे बाप दादा सब यही काम करते थे। सोगत में हमको जमीन जायदाद मिलती थी, और आजकल आपके देश में आया, देखो आपके देश में। कितना 350 ഇവിടെ കണ്ടു. ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഒത്തിരി ചെരുപ്പും രാജസ്ഥാനി മോഡൽ ചപ്പൽസ് ഉണ്ട് ഉണ്ടോ. അതുപോലെ തന്നെ ഇവിടെ സ്കാർഫും ഡ്രസ്സും ഉണ്ടോ, അതൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് വള ഉണ്ടാക്കുന്ന വീഡിയോ ആണേ. मैडम को दिखाओ ना यार, मैडम को बैंगल्स पसंद करो। और हिस्ट्री अंदर Hello ma'am. Hi, hello. Hi, how are you ma'am? I'm good, thank you. How are you? Okay, I'm doing good. Thank you so much. Yeah. So, can you please tell us what is happening here and All right. what are you contributing from your side? A lot happening here. We are coming from Lavender Art and Craft Academy. So we are teaching here paper quilling. Do you know what is paper quilling? Sorry, I haven't heard of it. Sorry. Okay. So quilling is an art form we do with the strips of paper. So today's special workshop is paper quilling. Oh. Over to the paper quilling artist, Miss Prajisha. Okay. ജസ്റ്റ് ഇത് പേപ്പർ ക്യൂലിങ്ങിന്റെ ആണ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ബേസിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജസ്റ്റ് ഇതെല്ലാം പേപ്പർ ക്യൂലിംഗ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓ നൈസ്. ഇത് കിഡ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മൾ ഈ വർക്ക്ഷോപ്പ്. ഇറ്റ്സ് റിയലി നൈസ്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല ഇത് ശരിക്കും ഇത് നോൺ ക്രിയേഷൻ ആണ്. ഓക്കെ. ഇതിനകത്ത് ശരിക്കും ഒന്നിലധികം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മീൻസ് ഒരു മിക്സഡ് മീഡിയ എന്നുള്ള രീതിക്കാണ് ശരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. ക്യാൻവാസിൽ അക്ലി പെയിന്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ജൂട്ടും അതുപോലെ സ്റ്റോൺസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ശരിക്കും ഇതിങ്ങനെ ആക്കിയത്. അടിപൊളി. Hi all, myself Lavanya Kannan. I am founder of Lavender Art and Craft Academy. We teach all kind of artworks. We are located at Pattam near Talapakatti Biryani. Please visit Lavender one day. Ma'am, അവിടെ basically who you are training, like are you taking? We train from the age group of 5 to 60 years old. Any great. age group we take, we do teach from pencil shading till tanjure painting. All kind of works we do. And you have maybe clay modeling and all, right? Everything is covered. Indian That's art great. form, traditional art form, international art forms, everything. Can you briefly tell us about the fees and how many classes per month? Fee structure depend on the student and depend on the course they are selecting. We have specialized courses. For example, 2 days workshop for paper quilling, 1 day workshop for watercolor or pencil shading. Otherwise, we do have customized courses for even for 1 month, 3 month courses. We do run diploma art and craft teacher training, which is a 1-year program also. So do you provide only physical classes or even online class? We do have online session also. We are affiliated to State Resource Center, SRC. It's under General Education Department, Government of Kerala. You can get State Resource Center certificate also. Okay, so we'll get your contacts when we search in Google, right? Lavender Yes, Arts. Lavender Art and Craft Academy. And you can search also SRC, State Resource Center. Okay. Thank you so much, ma'am. Thank you so and much. Wish you all the best. Thank you so much. Thank you.
Hi, Aaron. Who are you now? Huh? Foxy. Foxy ആണോ? Nice. Is this okay? ബാക്കി പെയിന്റ് ചെയ്യുന്നേ കാണാം. ഹലോ. ഹായ്, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പെയിന്റ് ചെയ്ത് തുടങ്ങിയതായിരുന്നു. പിന്നെ ഒരു കോളേജിലത്തെ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ ഒരു പാഷനായി ഇത്. കുട്ടികൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇവന്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, നൈസ് നൈസ്. ഏമി, ഹായ്. ഹലോ ഗായ്സ്. ഇത് കണ്ടോ? ഫ്ലൂറസൻ കളറാ അല്ലേ? Oh, hello. Oh my God. മൈക്കിൾ ജാക്സൺ പോലും ഇത്രയും ചരിഞ്ഞ് നിന്നിട്ടില്ല. എങ്ങനെ നിൽക്കുന്നത്? ഗൈസ്, ഇത് ഒരു അതിശയ കാഴ്ച തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതെങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല.